ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് ഞാനൊരു മഹാരാഷ്ട്രൻ സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കണം കേട്ടോ. എൻ്റെ പേരാണ് തേപ്പില. തേപ്പിലയുടെ കൂടെ കഴിക്കാൻ ജീര പൊട്ടറ്റോ ആണ് ഞാൻ ആദ്യം ഉണ്ടാക്കണം കേട്ടോ. ഇതാദ്യം നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. 6 ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്ത് തോല് കളഞ്ഞ് ചെറിയ ഡൈസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ 1 സ്പൂണ് നിറയെ ജീരകം ഇട്ട് നന്നായിട്ട് മൂക്കിട്ടിട്ട് ബ്രൗൺ കളറാവണത്. അതിൻ്റെ കൂടെ പച്ചമുളക് അരിഞ്ഞ് ചേർത്തതും കൂടിയിട്ട് ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, വേറെ ഒന്നും വേണ്ട ഇതിന് കേട്ടോ. ഇത്രയും മാത്രം മതി. പിന്നെ ഈ ഡൈസ് ചെയ്ത പൊട്ടറ്റോയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി അതെല്ലാം കൂടിയിട്ടൊന്ന് പിടിക്കുന്ന സമയത്ത് മല്ലിയിലയും കൂടി അതിൻ്റെ മേലെ ഇട്ടിട്ട് വാങ്ങി വെക്കുക. ഇത്രയേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് പണി കഴിയും. കണ്ടോ, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി തേപ്പില ഉണ്ടാക്കാനായിട്ട് കുറച്ച് തീയുടെ ഇല, അതായത് ഉലുവച്ചീര, അത് നന്നായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് 1 കപ്പ് വേണം കേട്ടോ. അത്രയ്ക്കുള്ള അളവിനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് മഹാരാഷ്ട്രീയൻ കലീഗ്സിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്ത ഓരോരോ സാധനങ്ങളായതൊക്കെ കേട്ടോ. ഇൻഗ്രീഡിയൻസ് കണ്ടോളൂ. മേത്തി 1 കപ്പ്, 1/2 കപ്പ് തൈര് പുളിയില്ലാത്തത്, 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ അയമോദകം, 2 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്ത് അത് അരിഞ്ഞെടുക്കണം ഇനി. പിന്നെ 1 കപ്പ് ഗോതമ്പ് മാവ്, 1/4 കപ്പിൻ്റെ താഴെ കടലമാവ്. ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേപ്പില ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലൊരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇല അങ്ങോട്ട് എടുത്ത് ചേർക്കുക, ഉലുവയുടെ ഇല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കുറച്ച് നേരം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് കേട്ടോ. പിന്നെ അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരത്തെ കാണിച്ചു തന്നില്ലേ, അതെല്ലാം ഓരോന്നായിട്ട് ഇടുക. ഇത് ചിലവർ ഈ ഇല പച്ചയ്ക്ക് തന്നെ ഇതിൻ്റെ കൂടെ കുഴയ്ക്കുക കേട്ടോ, മാവിൻ്റെ കൂടെ. പക്ഷേ എനിക്കിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും തോന്നാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഞാനെപ്പോഴും ഈ രീതിയിലാണ് ഉണ്ടാക്കുക. പിന്നെ ഈ അയമോദകം അഥവാ ഓമം ഇതിടുന്ന സമയത്ത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞരടിയിട്ടിടുക. അപ്പോൾ അതിൻ്റെ മുഴുവൻ മണവും മുഴുവൻ സത്തും അതിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇട്ട് പിന്നെ തൈര് ഒഴിച്ച് നന്നായിട്ട് അതിൽ ആ മാവും കൂടിയിട്ട് ചേർക്കുക. പിന്നെ ഗോതമ്പ് മാവും കടലമാവും ഉണ്ടല്ലോ അതും കൂടിയിട്ട് അതിൻ്റെ കൂടെ കൊട്ടിച്ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് കുഴയ്ക്കാൻ, അല്ലെങ്കിൽ കൈ പൊള്ളില്ലേ. ഒക്കെ കുട്ടികൾക്ക് ഓരോ ദിവസം ഓരോ ടിഫിൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തെ. അതിൻ്റെ ഓർമ്മയാണ് ഇപ്പോഴും ഈ ചെയ്യുന്നതൊക്കെ കേട്ടോ. കാരണം ഞാൻ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിലായിരുന്നത് കൊണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാ നാട്ടിലെ ആൾക്കാരും ഉണ്ടാവും. പിന്നെ ബോംബെയിലും അല്ലേ, അത് കാരണം എല്ലാ നാട്ടിലെ ആൾക്കാരും ഉണ്ടാവും ഇവിടെ. ഇത് കുഴയ്ക്കാൻ ഞാൻ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. അത് വെള്ളം വേണമെന്നുള്ളവരെ കുറച്ച് ഒന്ന് തിളച്ചെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് ആവശ്യം വന്നില്ല അവിടെ വെള്ളം ചേർക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈ ഡോ ഉണ്ടല്ലോ 1/2 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടി സോഫ്റ്റായിട്ട് വരിക. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് ചെറിയ ഉരുളകളാക്കി ഒരു 11 ഉരുളകളുണ്ട് കേട്ടോ. 11 തേപ്പില ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു ഇതിൽ. പിന്നെ അതിനെ വളരെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. തിന്നായി പരത്തിയെടുത്ത തേപ്പിലയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചപ്പാത്തി കല്ല് അടുപ്പത്ത് വെച്ച്
ചൂടാവുമ്പോൾ ഓരോന്നായിട്ടിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇതിൽ നെയ്യോ എണ്ണയോ എന്താ വെച്ചാൽ അതൊന്ന് പുരട്ടി കൊടുക്കണം അത് ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ. ആദ്യം ഒന്ന് 2 വശവും തിരിച്ച് മറിച്ച് വിടുക. അതിന് ശേഷം അതിൻ്റെ മേലെ ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് പുരട്ടിയിട്ട് ചുട്ടെടുക്കുക. അങ്ങനെ എല്ലാ തേപ്പിലയും ഞാൻ ചുട്ടെടുത്തിരിക്കണു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടെ കഴിക്കാനായിട്ട് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ ഗ്രീൻ ചില്ലി പിക്കിളാട്ടോ. ഞാൻ പിന്നെ കുറച്ച് പൊട്ടറ്റോയും കൂടി ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയുണ്ട്?